കേക്കോ എന്ത് കേക്ക് എന്താ എന്താ ഞങ്ങളൊരു 10K എന്താ ഫാമിലി മറന്നുപോയി ആയിരുന്നുണ്ട്. ആ മറന്നു പോയി ശരിയാ അതല്ലേ വൻ മറന്നുപോയി. സിറ്റി മറന്നു പറഞ്ഞ ടൈം 8 ടൈം മണിക്ക് ഒരു ശേഷമായിരുന്നു. 8 മണി ശേഷം അറിയാതെ 8:15 കൂട്ടിയത്. എന്തായാലും ഞങ്ങള് വിളിക്കും. അപ്പം ആ സമയത്ത് കേറാൻ നോക്കുക. എന്ത് കാര്യം എന്താ കാര്യം ഞങ്ങളുടെ പഴയ ലൈവ് വീഡിയോ എടുത്ത് കാണുകയാണെങ്കിൽ കുട്ടിക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. സോ അത് പോയി വാച്ച് ചെയ്യുക. ലൈവിലുള്ളവരെല്ലാം ഒന്ന് ആരെ ബർത്ത്ഡേ? എന്റെ ബർത്ത്ഡേ. നീ എന്റെ ആദ്യം ബർത്ത്ഡേ ലൈവ് പോയി കാണടാ. കാണ് എന്താ നീ പറ. ലൈവ് കാണുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യണമെന്നൊക്കെ കമന്റ് ചെയ്യണേ. ലാൽകൃഷ്ണൻ ബ്രോ വന്നായിരുന്നു. അങ്ങനെ പോയോ? നേരത്തെ വന്നായിരുന്നു. എന്ത് പറഞ്ഞ? ഹായ് ഇട്ടിട്ട് പോയി. ഹായ് ഇട്ടിട്ട് പോയല്ലോ. തിരക്കായിരിക്കും. ബിസിനസ് ഒന്നും ഒക്കെ അല്ലേ, ഓർമ്മയില്ല. തിരക്കായിരിക്കും. ഓർമ്മിക്കാതിരിക്കുന്നത്. ഇന്നലെ ബജ്ജി വാങ്ങാനായിട്ട് എനിക്ക് 100 രൂപ തന്നായിരുന്നു ഒരാൾ. എനിക്ക് ബജ്ജി എന്റെ കൈകളിൽ എത്തിയിട്ടില്ല. ബജ്ജിയൊക്കെ മേടിച്ച് തരാടി. ബജ്ജി വേണമെങ്കിൽ ഡയറി മിൽക്ക് മതി. ഡയറി മിൽക്ക് ഗോകുലെണ്ണ അന്ന് വാങ്ങി ഡയറി മിൽക്ക് മേടിച്ചെടുത്ത് തരും എനിക്ക്. അവിടെ നിന്നൊക്കെ എങ്ങനെ മേടിച്ചെടുത്തിട്ടുണ്ട്. സഞ്ജയ് മുൻപ് ലൈവ് കാണണം. അത് തന്നെ സഞ്ജയ് മുൻപത്തെ ലൈവ് കാണും. പോയി കാണുക സഞ്ജയ്. അതായത് ഇപ്പൊ ലൈവ് കാണുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യണം. എനിക്കിനെ എന്താണ് ഞാൻ പറയാൻ വന്നത്? സബ്സ്ക്രൈബ് ചെയ്യുക. എന്തൊക്കെയോ പറയുന്നത് പരസ്പരം ബന്ധമില്ലാത്ത പല കാര്യങ്ങളാണ് ഈ ലൈവിൽ പറയുന്നത്. സോ അതുകൊണ്ട് നിനക്ക് എന്താണെന്ന് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കണം. നീ കഴിഞ്ഞ ലൈവ് പോയി കണ്ടിട്ട് വരിക. ഓക്കെ? എന്റെ കൽപ്പന എന്റെ കണ്ട് കൽപ്പന കണ്ട് ആയിരുന്നു. ജയ് മഹമ്മദി. അതല്ല സന്ധ്യ രാമസയുടെ കൽപ്പനയെ കുറിച്ച് പറഞ്ഞത്. ഓ കൽപ്പന കൽപ്പന എന്റെ കൽപ്പനയെ കണ്ടായിരുന്നു. ഓക്കെ ഓക്കെ. ഞങ്ങൾ കണ്ടില്ല. അലിയൻസ് ഡു യു നോ മീ? ആനന്ദ് അറിയാവോ? നോ പോയി. സോറി എനിക്ക് മെമ്മറി ലോസ് ഉണ്ട്. എടാ പോരെ, അതുകൊണ്ട് ഇവിടെ ഉണ്ട്. അപ്പൊ ആനന്ദ് ആരെന്ന് പറഞ്ഞു കൊടുക്കൂ. അയ്യോ ഗജനി ഫിലിം കാണാത്ത ഇവരോട്. ഞാൻ ഗജനി ഫിലിം കണ്ടിട്ടുണ്ട്. പക്ഷെ പെട്ടെന്ന് പറഞ്ഞപ്പോ ഞാൻ കൽപ്പന മീൻസ് ആജ്ഞാപിക്കുക ആ ഒരു മീനിങ് എടുത്തു. ദാറ്റ് മെസ്സി ഫാൻ ചേച്ചി. ഈ ചേച്ചി ഒരു പൊട്ടി തന്നെയാണോ? ഞാൻ സമ്മതിച്ചു. ഞാൻ പൊട്ടി തന്നെയാണ്. ഇനി നിനക്ക് എന്താ അക്സെപ്റ്റ് ചെയ്ത് തരേണ്ട? ഞാൻ മണ്ടിയാണെന്ന് അക്സെപ്റ്റ് ചെയ്ത് തരണോ? അത് ഞാൻ ചെയ്തു തരാം. ഈ പേപ്പറാണ് പറഞ്ഞത് കൊണ്ടുവന്നത്. ചെറുതല്ലേ പറഞ്ഞത്. അതുകൊണ്ട് ലൈവ് അതിന്റെ തോന്നുന്നു. കാണുമ്പോഴത്തേക്ക് ലൈക്ക് ചെയ്തേക്കണേ. അവിടെ ഇരിപ്പുണ്ടോ? ബാക്കി ഇരിപ്പുണ്ടോ? എടാ എനിക്ക് ഓർമ്മയുണ്ട്. നീ മെസ്സി ഫാൻ എന്ന് പറഞ്ഞ എനിക്ക് ഓർമ്മയുണ്ട്. അങ്ങനെ പോവില്ല ഇവിടെ നിക്ക്. നമ്മൾ പെട്ടെന്ന് വന്ന് ചോദിക്കുമ്പോഴത്തേക്ക് നീ ഇന്നത്തെ ലൈവ് കേറിയോ? ആനന്ദ് ആദ്യം ഇത് പറ. നീ ഇന്നത്തെ ലൈവിൽ കേറിയോ? ചേച്ചി ക്യൂട്ടാണ്, അക്സെപ്റ്റ് ചെയ്യും. ഞാൻ ക്യൂട്ടല്ല ഗൈസ്. ഞാൻ ക്യൂട്ടല്ല. എനിക്ക് എന്നെ കുറിച്ച് ഒരു ബോധ്യം ഉള്ളതുകൊണ്ട് ഞാൻ ക്യൂട്ടാണെന്ന് പറയത്തില്ല. ക്യൂട്ടെന്ന് പറയാ നീ ആരടാ? ഇവിടെ ചേച്ചി കണ്ടാലും ഇങ്ങനെയാ. ക്യൂട്ടെന്ന് പറയൂ. ചേച്ചി ഇങ്ങനെയാണ്. എന്തിനാണ്? ഞാൻ ക്യൂട്ടല്ല. ഞാൻ ആരാ ചേച്ചി? എന്റെ ചേച്ചീന്റെ പറ. അതോ ചേച്ചീന്റെ പറ. എന്റെ മെസ്സി ഫാൻ ചേട്ടൻ എന്തിയെ? അത് ഞാൻ ഫാൻ അല്ലേടാ. ഞാനും മെസ്സി ഫാൻ ആണെന്ന് പറഞ്ഞായിരുന്നു. ചേട്ടൻ ജോലിക്ക് പോയി. എന്തായാലും നീ തിരക്കിയതല്ലേ. ഒരു കാര്യം പറയാം. നമ്മൾ ഇന്നലെ ലൈവ് പൊയ്ക്കൊണ്ടിരുന്ന സമയത്ത് നമ്മൾ 10K ഫാമിലി ആയിട്ടുണ്ട്. അതായത് 10K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് കൊണ്ടാണ് നമ്മൾ ഇവിടം വരെ എത്തിയത്. എനിവേ താങ്ക്സ് ഗൈസ്. ക്യൂട്ട് എന്ത് പറയും? ശരിയാ, ക്യൂട്ട് കണ്ട പിന്നെ ഗോകുലണ്ണ ഞാൻ പ്രതീക്ഷിച്ചില്ല. നിശാന്തണ്ണാണെങ്കിൽ എനിക്ക് സമ്മതിച്ചു തന്നെ. പക്ഷെ ഗോകുലന് ചേച്ചിക്ക് എന്നെ അറിയാം. ആ ചേട്ടനെ എന്നെ അറിയാം. എടാ ചേട്ടൻ ഓൾമോസ്റ്റ് കുറെ പേരുടെ കാര്യങ്ങൾ ഓടിക്കഴിഞ്ഞു. എന്റെ കാര്യത്തിൽ അങ്ങനെയല്ല. ഞാൻ അക്സെപ്റ്റ് ചെയ്യും. ഞാൻ അത് സമ്മതിച്ചു. കാരണം എനിക്ക് അങ്ങനെയാണ്. പറഞ്ഞിട്ട് കാര്യമില്ല. മീശ ചേട്ടാ സുയ്. സുയ് എനിക്ക് ഓർമ്മയുണ്ട്. നീ ഇങ്ങനെ ഇട്ടത് ഓർമ്മയുണ്ടാ? ഇവർക്ക് കമന്റ് വായിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. മീശ ചേട്ടന് വർക്ക് വന്നിട്ടുണ്ട്. ലൈവ് കാണുന്നവരൊക്കെ ലൈക്ക് ചെയ്താണ് അങ്ങോട്ട്.